വയനാട്ടിൽ ജെൻസന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പൊതുദർശനത്തിന് വയ്ക്കാനായിട്ട് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പനിമിഷങ്ങൾക്കകം സുർജിത്ത് അയ്യപ്പത്തെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. സുർജിത്ത്, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ, പറയൂ. എസ്.കെ.എൻ. ജെൻസന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇതിനുശേഷം മൃതദേഹം ഇറക്കി ഇനി ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. അത് ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്ര ഇവിടെ നിന്ന് ബത്തേരിയിലേക്കുണ്ട്. ബത്തേരിയിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേരെ ആണ്ടൂരിലേക്കാണ് മൃതദേഹം കൊണ്ടുവരുന്നത്. ആണ്ടൂരിലേക്ക് കൊണ്ടുപോയ ശേഷം ആണ്ടൂർ ഗ്ലോറിസ് ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയാണ് പൊതുദർശനം. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ ഇറക്കിയ ശേഷം പിന്നീട് നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാകും ഇതെല്ലാം തന്നെ നടക്കുക. പോസ്റ്റ്മോർട്ടം ഏതാണ്ട് പൂർത്തിയാകാൻ ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30 വരെ സമയമെടുക്കുമെന്നുള്ളതാണ് കരുതുന്നത്. അതിനുശേഷം ഒരു അരമണിക്കൂറോളം യാത്ര ഈ അമ്പലവയൽ പ്രദേശത്തേക്കുണ്ട്. അമ്പലവയൽ പ്രദേശത്ത് എത്തിച്ച ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കിടക്കുക. പൊതുദർശനം ഒരു ഓഡിറ്റോറിയത്തിലാണ്, ഗ്ലോറിസ് എന്ന പേരുള്ള ആണ്ടൂർ പ്രദേശത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ബന്ധുക്കളെല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സഹോദരൻ ജെയ്സൺ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ബന്ധു അഖിൽ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം തന്നെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ അന്തിമോപചാരം പ്രധാനമായും നടക്കുന്നത് ആ ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിലാണ്. അവിടെയാണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞു. ഇനി അത് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതിന് ശേഷം നേരെ എത്തിക്കുന്നത് ബത്തേരി ആശുപത്രിയിലേക്കാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം സംഭവിച്ചത്. ഈ അപകടത്തിൽ ജെൻസനും ശ്രുതിക്കും പരിക്കേറ്റിരുന്നു. അവരുൾപ്പെടെ 9 പേർക്കാണ് പരിക്കേറ്റത്. ആ 9 പേർക്ക് പരിക്കേറ്റതിൽ നിലവിൽ ജെൻസനെ ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. മറ്റുള്ളവർ കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ രാത്രി ശ്രുതിയെ ഇവിടേക്ക് കൊണ്ടുവരികയും ജെൻസനെ കാണിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ശ്രുതിയെ ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആംബുലൻസും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോയി കഴിഞ്ഞു. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം നേരെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച ശേഷം നേരെ കൊണ്ടുവരുന്നത് ആണ്ടൂരിലേക്കാണ്. ആണ്ടൂർ എന്ന് പറയുന്ന പ്രദേശം അമ്പലവയലിനും തോമാട്ടുചാലിനും ഇടയിലുള്ള പ്രദേശമാണ്. അവിടേക്കാണ് കൊണ്ടുവരുന്നത്. ആ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ, സൗകര്യങ്ങളെല്ലാം തന്നെ ആ മേഖലയിലെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും വല്ലാത്തൊരു ദുരന്തം. ആ ദുരന്തത്തിൻ്റെ മരവിപ്പിലാണ് ഇവിടെയുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ഡോക്ടർമാരായാലും. വിവരങ്ങൾ നൽകിയത്. വാഹനാപകടത്തിൽ മരിച്ച ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. സങ്കടകരമായ വാർത്തയാണ്. കാത്തിരുന്ന ശ്രുതിക്ക് ആളില്ലാതായി, അനാഥയായി എന്ന് വേണമെങ്കിൽ പറയാം. ബന്ധുക്കളെല്ലാം ഈ ദുരന്തത്തിൽ പെട്ടുപോയി. അവർക്ക് അന്ത്യം സംഭവിച്ചിരുന്നു. ആകെ കൈത്താങ്ങായി മാറിയത് ജെൻസനായിരുന്നു. ജെൻസൺ എപ്പോഴും ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ ജെൻസനും ഇല്ലാതായി എന്നുള്ള സങ്കടകരമായ വാർത്ത നമ്മളെ ഓർപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.